കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസമാണ് അദ്ദേഹം ജാവ്ദേക്കറെ കണ്ടതുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തുന്നതുമൊക്കെ. ഇ.പി. ജയരാജന്റെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന അദ്ദേഹം എഴുതിയതല്ല എന്ന് പറയുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു എഴുത്തുകാരൻ അറിയാതെ പുസ്തകം പ്രസിലേക്ക് പോവുകയും പ്രിന്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആകുകയും പ്രസിദ്ധമാക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. എഴുത്തുകാരൻ അറിയാതെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് കുറെ കാലമായിട്ട്. മുഖ്യമന്ത്രി അറിയാതെ പറയുന്നു, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പത്രത്തിൽ വരുന്നു, അതിനൊരു PR ഏജൻസിയുണ്ട്. ആ PR ഏജൻസിയോട് മുഖ്യമന്ത്രിയും മഹാമനസ്കരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരും ക്ഷമിക്കും. തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലമാറ്റം വാങ്ങി കൊടുക്കണോ? അതുപോലെ തന്നെ ഇ.പി. ജയരാജൻ അറിയാത്ത പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നു. DC പോലെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പുസ്തക പ്രസിദ്ധീകരണ ശാലയ്ക്കെതിരെ, സംവിധാനത്തിനെതിരെ ഇ.പി. ജയരാജൻ ആരോപണം ഉന്നയിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ. പക്ഷെ ഇന്നത്തെ ദിവസം ചേലക്കരയിലെയും വയനാട്ടിലെയും സഖാക്കന്മാർക്കും ഇടതുപക്ഷത്തിന്റെ അണികളും പ്രവർത്തകരുമായിട്ട് അവകാശപ്പെടുന്ന ആളുകൾക്കും പോളിംഗ് ബൂത്തിലേക്ക് പോലും പോകാൻ പറ്റാത്തത്ര നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു അതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. ഇത് മാത്രമല്ല, ഇതിനോട് കൂട്ടി വായിക്കണ്ടേ. ഇപ്പോ ADM നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരൻ എന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്ന, എന്നാൽ CPM സഖാക്കന്മാർ സംരക്ഷിച്ചു നിർത്തുന്ന പ്രശാന്തന്റെ ഒരു പ്രസ്താവന കൂടി നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് രണ്ടൊപ്പം പിന്നെ പലതും ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാ ഈ നാട്ടിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്താ പറ, എനിക്കറിയില്ല. പൊതുസമൂഹത്തിന് ഒരു രീതിയിലും സാമാന്യ ബുദ്ധിക്ക് അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് CPMന്റെ നേതാക്കന്മാരും സഹപ്രവർത്തകരും പറയുന്നത്. ഇവിടെ ഇ.പി. ജയരാജൻ പറയുന്നത് ഇത് എന്റെ അറിവിലല്ല, ഞാൻ പറയാത്ത കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നു. ഞാനിതിൽ കുറച്ച് ഭാഗമൊക്കെ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് ഇതിന്റെ ആമുഖത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പലർക്കും, പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കും മറ്റു പലർക്കും വിഷമം ഉണ്ടാകാം, പക്ഷെ മനസ്സിൽ തോന്നുന്ന കാര്യം തുറന്നു പറയുന്നു എന്നുള്ളതെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ജാമ്യം എടുക്കുന്ന കാര്യമൊക്കെ നമുക്ക് ആദ്യ ഘട്ടത്തിൽ കാണാം. അല്ല അഭിലാഷ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ UDFനും കോൺഗ്രസിനും DC ബുക്സ് പോലെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വിശ്വാസ്യതയുള്ള ഒരു പുസ്തക പ്രസിദ്ധീകരണ സംവിധാനത്തോടാണ് ഞങ്ങൾക്ക് വിശ്വാസ്യതയുള്ളത്. ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ എന്തിന് ഇ.പി. ജയരാജനെ വിശ്വസിക്കണം? തരത്തിന് കള്ളം പറയുന്ന CPMന്റെ നേതാക്കന്മാരെ ഞങ്ങൾ എന്തിന് വിശ്വസിക്കണം? കേരളത്തിന്റെ മുഖ്യമന്ത്രി മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയിട്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളുള്ള രീതിയിൽ ഇന്ത്യ മുഴുവൻ പ്രചാരണത്തിലുള്ള ഹിന്ദു പത്രത്തിൽ വാർത്ത വന്നിട്ട് അത് ഞാൻ പറയാത്ത കാര്യമാണെന്ന് പറയുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ഹിന്ദു പത്രം അതിന്റെ ക്ലാരിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു PR ഏജൻസിയുടെ കാര്യം പറയുന്നു. അങ്ങനെ ഒരു PR ഏജൻസി ഇല്ലെന്ന് മുഖ്യമന്ത്രി കള്ളം പറയുന്നു. ശീലായിപ്പോയി, മാറ്റിക്കോളാം. എന്നിട്ടും ആ PR ഏജൻസിക്കെതിരെയോ ഹിന്ദു പത്രത്തിനെതിരെയോ യാതൊരു നിയമ നടപടിയും സ്വീകരിക്കാത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഇ.പി. ജയരാജൻ എന്ന് പറഞ്ഞ LDF കൺവീനറുടെയും വാക്കുകളെ ഞങ്ങൾ എന്തിനു വിശ്വസിക്കണം? പിന്നെ നാണക്കെടുത്തി. ഇനി അതിനൊക്കെ അപ്പുറത്തേക്ക് ഇ.പി. ജയരാജൻ പറയുന്ന കാര്യങ്ങളിൽ എന്താ പുതുതായിട്ടുള്ളത്? നിങ്ങൾ അതിര് കിടക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തോമസ് ഐസക് പറഞ്ഞതല്ലേ, ഈ പാർട്ടിക്ക് സാധാരണ പ്രവർത്തകരുമായിട്ടുള്ള ആത്മബന്ധം നഷ്ടപ്പെട്ടു. പാർട്ടി പ്രവർത്തകർ സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ മീൻ പോലെയാണ്, ആ ബന്ധം നഷ്ടപ്പെട്ടു, ജൈവ ബന്ധം നഷ്ടപ്പെട്ടു എന്നൊക്കെ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടല്ലോ, കേരളത്തിലെ പാർട്ടിക്ക് സാധാരണ മനുഷ്യരുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ളത് നിരന്തരം ഇവരുടെ പാർട്ടി അവലോകനങ്ങളിൽ വന്നിട്ടുള്ളതും പുറത്തു പറഞ്ഞിട്ടുള്ള വാർത്തകളുമല്ലേ. അപ്പൊ അതിലെന്താ പുതിയതായിട്ടൊന്നുമില്ല. കേരളത്തിലെ മുഴുവൻ സഖാക്കന്മാർക്ക് അറിയാവുന്നത്, കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യം ഇതെരഞ്ഞെടുപ്പിന്റെ ദിവസം ഇ.പി. ജയരാജന്റെ പുസ്തകം എന്ന രൂപത്തിൽ പുറം ലോകം അറിയുന്നു. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഇവർക്ക് പറയാം ഞങ്ങൾക്കൊരു ബന്ധമില്ലെന്ന്, പിടിക്കപ്പെടുന്നത് വരെ ഇതൊക്കെ പറയാം. കേരളത്തിലെ പൊതുസമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചാൻസ് കിട്ടിയെന്ന് വെച്ച് ഓവറാക്കരുത്, അവൻ ചത്തുപോകും. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളും ജനങ്ങൾ വിലയിരുത്തും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ 8.25 വർഷം അവർക്ക് കൊടുത്തിട്ടുള്ള, പിണറായി സർക്കാർ കൊടുത്തിട്ടുള്ള വികസന നേട്ടങ്ങളെയൊക്കെ എണ്ണി പറയാൻ പറ്റുന്നത് കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ഈ സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തര സമരങ്ങളുമായിട്ട് തെരുവും നിയമസഭയും നിറയുന്ന പ്രതിപക്ഷത്തിനുള്ള വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് ഞങ്ങൾ പറയുകയല്ലേ. അതുപോലെ പറയാൻ LDFനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി പറയുന്ന പാർട്ടിയുടെ പ്രതിനിധികൾക്കോ സാധിക്കില്ല.
അങ്ങനെ ഒരു ആത്മവിശ്വാസം അവർ ഒരു സ്ഥലത്തും പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും അത് പറയുന്നില്ല. ഇനി ഞാൻ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. ഇവിടെ അരുൺകുമാർ പറയുന്നത് എന്താ, ഈ കണ്ടന്റ് എന്റെ അല്ല എന്ന് EP ജയരാജൻ പറയുന്നു. പണ്ടൊരു സിനിമയിൽ ജഗതി ശ്രീകുമാർ പറഞ്ഞ പോലെയാ, ഇത് എന്റെ ഗർഭമല്ല, എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്ന പോലെയാണ് EP ജയരാജന്റെ പരിപ്പോടെയും കട്ടൻ ചായയും ഇങ്ങനെയല്ല എന്ന് പറയുന്നു. അതിന് അരുൺകുമാർ സാധൂകരിക്കാൻ വേണ്ടി പറഞ്ഞ EP ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചു എന്നാണ്. EP ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചത് അരുൺകുമാറിന്റെ വാദപ്രകാരം EP ജയരാജന്റേതല്ലാത്ത കണ്ടന്റ് പ്രസിദ്ധീകരിച്ച DC ബുക്സിനെതിരെയാണ്. അപ്പൊ അരുൺകുമാറിന്റെ വാദം ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട് അരുൺകുമാറെ. പിണറായി വിജയന്റെ പറയാത്ത പ്രസ്താവന പ്രസിദ്ധീകരിച്ച ഹിന്ദു പത്രത്തിനെതിരെയും അങ്ങനെ പ്രസ്താവന പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്ത PR ഏജൻസിക്കുമെതിരെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കേസെടുക്കാത്തത്? പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് വക്കീൽ നോട്ടീസ് അയക്കാത്തത്? അതും കൂടി ഒന്ന് നിങ്ങൾ പറയണ്ടേ. ഇനി അരുൺകുമാർ തന്നെ വക്കീൽ നോട്ടീസിനെ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചല്ലോ. ഇവിടെ ഈ വക്കീൽ നോട്ടീസിലെ ആവശ്യവും നിങ്ങൾ നിർവ്യാജമായി ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിലല്ലേ അടുത്ത കാര്യം. ഹിന്ദുവിന്റെ ഖേദം പ്രകടിപ്പിച്ചപ്പോ അടുത്ത അതിലും വലിയ പണി കിട്ടിയില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടെന്നും ആ PR ഏജൻസി പറഞ്ഞ വാർത്തയാണ് ഹിന്ദു പത്രം കൊടുത്തതെന്നും കേരളത്തിന്റെ പൊതുസമൂഹം വീണ്ടും അറിഞ്ഞില്ലേ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അപ്പൊ ആ ഖേദം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിർഗന്ധലയ്ക്ക് അടി കൊടുക്കുന്നതിന് തുല്യമായിരുന്നല്ലോ. ഇനി അരുൺകുമാർ പറഞ്ഞാൽ ഏതറ്റം വരെയും വക്കീൽ നോട്ടീസുമായിട്ട് പോകുമെന്നാണ് ഇവർ പറയുന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ അയച്ച വക്കീൽ നോട്ടീസിന്റെ അറ്റം എവിടം വരെയായി? ഇൻഡിഗോ വിമാനത്തിനെതിരെ നടത്തിയ പോരാട്ടം എവിടെ അവസാനിപ്പിച്ചു? ഇനി അരുൺകുമാർ തന്നെ തൃക്കാക്കര ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് പരസ്യമായിട്ട് ലൈവായിട്ട് വെല്ലുവിളിച്ച് പിറ്റേ ദിവസം വക്കീൽ നോട്ടീസ് അയക്കുന്നത് ഞാൻ കണ്ടതാ, ആ വാർത്ത കണ്ടതാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അരുൺകുമാറെ. ആ വക്കീൽ നോട്ടീസിന്റെ അറ്റം എവിടം വരെ എത്തി എന്ന് നിങ്ങൾ പറയണ്ടേ? എന്താ ഉറക്കം വരുന്നു. ഇനി ഞാൻ ചോദിക്കുന്നതേ, നിങ്ങൾ ഇപ്പൊ BJPയുടെ പ്രതിനിധി പറഞ്ഞു ഓഫീസ് അടിച്ചു പൊളിക്കുന്ന കാര്യം. അപ്പൊ നിങ്ങൾ വല്ലാത്ത രീതിയിൽ അതിനെ പ്രകോപനപരമായിട്ടാണ് സ്വീകരിച്ചത്. എന്തുകൊണ്ടാ? തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ ഓഫീസ് അടിച്ചു പൊളിക്കാറില്ല, തെരഞ്ഞെടുപ്പ് ഇല്ലാത്തപ്പോൾ അടിച്ചു പൊളിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. ആർഷോയുടെ എഴുതാത്ത പരീക്ഷയ്ക്ക് 100 മാർക്ക് കിട്ടിയതിനെ കുറിച്ചിട്ടുള്ള വാർത്ത KSU പ്രവർത്തകർ ലൈവായിട്ട് ഒരു മാധ്യമത്തിലൂടെ പറഞ്ഞപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുത്തവരല്ലേ നിങ്ങൾ? ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസ് അടിച്ചു പൊളിച്ചവരല്ലേ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിന്റെ ഓഫീസിൽ കയറി ലാപ്ടോപ്പും ക്യാമറയും പെൻഡ്രൈവും സകലമാന സാധനങ്ങളും അവിടുത്തെ സാനിറ്റൈസർ വരെ എടുത്തുകൊണ്ട് പോയതല്ലേ? അല്ലല്ല, ഞാൻ വഴങ്ങുന്നില്ല. ഞാൻ താങ്കൾ കുറെ പറഞ്ഞതല്ലേ, എനിക്ക് പറഞ്ഞു തീർത്തിട്ട് വേണം എന്നിട്ട് വഴങ്ങാം. ഈ ലാപ്ടോപ്പും സാനിറ്റൈസർ വരെ എടുത്തുകൊണ്ട് പോയ പാർട്ടിയല്ലേ നിങ്ങൾ? അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ അടിച്ചു പൊളിക്കാത്തതെന്ന് സാമാന്യ യുക്തിയുള്ള ആർക്കും തോന്നാവുന്ന കാര്യമുള്ളൂ. ഇനിയിപ്പോ ഒരു കാര്യം വ്യക്തമായി, 2 ജയരാജന്മാരുടെ ആത്മകഥ പുറത്തു വന്നപ്പോൾ ഏകദേശം ഈ പാർട്ടി ഒരു പരുവത്തിലായി. ഇനി ആ ശോഭിക്കുന്ന ജയരാജന്റെ ആത്മകഥ കൂടി പുറത്തു വന്നാൽ ഏകദേശം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നിങ്ങൾ പറയുന്നത് ഈ കോൺഗ്രസ് നേതാക്കന്മാര് CPMന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന ഏത് കുടുംബത്തെ മാഷെ? ഒരു പെൻഷൻ കാശ് കൊണ്ട് IT കമ്പനി തുടങ്ങാൻ പറ്റുന്ന അത്ര വലിയ ശേഷിയുള്ള കുടുംബത്തെ ഭീഷണിപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കന്മാർ ആരുമായിട്ടില്ലെന്നേ. ഒരു നേതാവിന്റെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് വൈദേഹം പോലെ ഒരു റിസോർട്ട് പണിയാൻ പറ്റുന്ന അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്താൻ ഞങ്ങൾ ആരുമായിട്ടില്ല. ഞാൻ പൂർത്തിയാക്കട്ടെ അഭിലാഷ്, ഒരൊറ്റ വാചകം കൂടിയേ ഉള്ളൂ. ഈ പത്തനംതിട്ടയിലെ CPMന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വന്ന ആ വീഡിയോ അത് ഹാക്കിംഗ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായി? കേരളത്തിലെ പോലീസ് അന്വേഷിച്ചിട്ട് എന്താ നടപടി? ഇവിടെ ഞങ്ങൾക്ക് DC ബുക്സിനെ വിശ്വാസമാണെന്ന് പറയുന്നത് DC ബുക്സ് ദേശാഭിമാനി പത്രത്തെ പോലെയല്ല, കൈരളി ചാനലിനെ പോലെയല്ല. അതുകൊണ്ട് 2 ഒപ്പും 4 കത്തും ഉണ്ടെന്ന് പറയുന്ന നിങ്ങളുടെ മറ്റേ പ്രശാന്തിന്റെ കേസ് എന്തായി? നിങ്ങൾ കോൺഗ്രസിന്റെ ഒപ്പില്ലാത്ത കത്തിന്റെ പുറകെ നടന്നില്ല 1.5 ആഴ്ച. 2 ഒപ്പ് ഉണ്ട്, വേറെ പല എണ്ണം ഉണ്ടെന്ന് പറയുന്ന ആ പ്രശാന്തിന്റെ കത്തിന്റെ പുറകെ കൂടി ഒന്ന് അരുൺകുമാർ പോണം. ആ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടട്ടെ. ഒപ്പില്ലാത്ത കത്തിന്റെ പുറകെ പോകുന്ന പാർട്ടി, നിങ്ങളുടെ പാർട്ടി BJPയുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് പണ്ടൊരു കത്തയച്ചതും ഈ സമയത്ത് വാർത്തയായിട്ടുണ്ട്. അതുകൂടി പറയണം അരുൺകുമാറെ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട്